കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് വരാൻ പോകുന്നത്. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 2026 ജൂലൈ മാസം 19-ാം തീയതി അതികാലെ 3:42 മുതൽ 20-ാം തീയതി അതികാലെ 3:29 വരെയാണ്. അതുകൊണ്ട് തന്നെ ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയായി നമ്മൾ ആചരിക്കുന്നത് 2026 ജൂലൈ മാസം 19-ാം തീയതി ഞായറാഴ്ചയാണ്. അതായത് കർക്കിടകത്തിലെ ഷഷ്ടി. കർക്കിടകത്തിലെ ഷഷ്ടി കുമാരഷഷ്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ വളരെ ശ്രേഷ്ഠമായ ഷഷ്ടിയാണ്. ഈ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ പുത്രനില്ലാത്തവർക്ക് പുത്രനെയും, ഭാര്യയില്ലാത്തവർക്ക് ഭാര്യയെയും, ധനമില്ലാത്തവന് ധനവും, ഭർത്താവില്ലാത്തവർക്ക് ഭർത്താവിനെയും, പുണ്യകർമ്മങ്ങൾക്ക് ഫലം ലഭിക്കാത്ത ആളുകൾക്ക് പെട്ടെന്നു തന്നെ അതിൻ്റെ ഫലം ലഭിക്കുകയും, തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുകയും, അങ്ങനെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. അതായത് ഈ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുമെന്നും പാർവതീദേവിയുടെയും പരമശിവന്റെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്നും വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത്? നമ്മുടെ മുൻജന്മ പാപങ്ങൾ, കർമ്മഫലങ്ങൾ, ദോഷങ്ങൾ എല്ലാം മാറ്റി നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത്. ഇനി വ്രതമെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അന്നേ ദിവസം ഓം ശരവണ ഭവ എന്ന് 21 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജപിക്കുക. നിരന്തരമായ ഭജനം അത് നമ്മുടെ കർമ്മദോഷങ്ങൾ, അതായത് ദോഷഫലങ്ങൾ, കർമ്മങ്ങളുടെ ദോഷഫലങ്ങൾ മാറ്റുകയും നമുക്ക് ഐശ്വര്യസമൃദ്ധമായ ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും. തെറ്റുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. ശരിയായ മാർഗം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. നമ്മുടെ കുടുംബദോഷങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മദോഷങ്ങളോ, നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള കർമ്മ ഫലങ്ങൾ, അതായത് ദോഷഫലങ്ങൾ എന്തെങ്കിലും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ, എന്തിന് നമ്മുടെ തലയിലെഴുത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ പഴിച്ചുകൊണ്ടിരുന്ന ആ ദോഷങ്ങൾ പോലും മാറ്റി മഹാജ്യോതിഷിയായ വേലായുധ സ്വാമി നമുക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകും. അങ്ങനെ നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ സന്താനങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകുന്നത്. കാരണം നമ്മുടെ കൈ മുറിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അത്രയും വേദനിക്കുകയില്ല. പക്ഷേ നമ്മുടെ സന്താനങ്ങളുടെ കൈ മുറിഞ്ഞാലോ നമ്മുടെ ഉള്ളു പിടയ്ക്കും, നമുക്ക് വേദനിക്കും. നമ്മുടെ കൈ മുറിയുന്നതിനേക്കാൾ അതിഭീകരമായ വേദനയായിരിക്കും സന്താനങ്ങളുടെ കൈ മുറിഞ്ഞാൽ. എന്തുകൊണ്ടാണ് അത്രയും വലിയ വേദന നമുക്ക് ഭഗവാൻ തരുന്നത്? നമ്മുടെ കർമ്മ ദോഷഫലങ്ങൾ കൊണ്ടാണ്. ആ കർമ്മദോഷഫലങ്ങൾ മാറുമ്പോൾ നമ്മുടെ സന്താനങ്ങൾക്ക് സ്വാഭാവികമായും ഉയർച്ച ഉണ്ടാകും. അതുവഴി നമുക്ക് ആനന്ദം ലഭിക്കും. ഒരിക്കലും ഈ ദുരിതത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, ഇത് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം എന്ന് കരുതി വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും അവർ സുബ്രഹ്മണ്യ ഭജനം നടത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം അവർക്ക് സന്തോഷിക്കുവാനും സമാധാനത്തോടുകൂടി മുമ്പോട്ട് പോകുവാനുമുള്ള മാർഗങ്ങൾ ഭഗവാൻ തുറന്നു തരിക തന്നെ ചെയ്യും. ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എങ്ങനെ ഷഷ്ടിവ്രതം എടുക്കണമെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപവസിക്കാം, അതല്ല പാലും പഴങ്ങളും കഴിച്ചിരിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഒരു നേരം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ചോറ്, ആ ചോറ് എന്തെങ്കിലും മുളകോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി, അല്ലെങ്കിൽ ചമ്മന്തി ആണെങ്കിൽ നമ്മൾ ഈ സാമ്പാറിന് ചേർക്കുന്ന പുളി അത് ഉപയോഗിക്കരുത്. അതിന് പകരം മാങ്ങയോ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരോ ഒക്കെ ചേർത്തിട്ട്, അതല്ലെങ്കിൽ മോരുകൂട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഉഴുന്നു ചേർന്ന ഒന്നും കഴിച്ചുകൂടാ. അതുകൊണ്ട് പപ്പടമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നേരം
നിങ്ങൾക്ക് അരിഭക്ഷണം കഴിക്കാം, വളരെ ലഘുവായി. അത് ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും കഴിക്കുന്നത്, ചിലർ ഉച്ചയ്ക്കായിരിക്കും കഴിക്കുന്നത്. നമ്മളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു വ്രതക്രമം നമ്മൾ ചിട്ടപ്പെടുത്തണം. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല, ബുദ്ധിമുട്ടുകളുണ്ട്, അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമില്ല, അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്ന് ഭജിക്കാം. അതല്ല, മറ്റേതു ക്ഷേത്രത്തിൽ പോയാലും തെറ്റില്ല. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. തൊട്ടടുത്ത് സ്വാമി ക്ഷേത്രം ഇല്ലെങ്കിൽ, ദൂരെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് ഭജിച്ചാൽ മതി. എന്തുതന്നെ ആയാലും നാമജപത്തിന് പ്രാധാന്യം കൊടുക്കുക. കർക്കിടക മാസത്തിൽ വരുന്ന ഷഷ്ടിയാണ്, അതുകൊണ്ട് തന്നെ ആ ഷഷ്ടിക്ക് വലിയ വിശേഷമാണ്. അതുകൊണ്ടാണ് കുമാരഷഷ്ടി എന്ന പേരിൽ പോലും ഇത് അറിയപ്പെടുന്നത്. അത്ര ശ്രേഷ്ഠമാണ് ഈ ഷഷ്ടി. കർക്കിടക മാസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു, പിതൃദോഷങ്ങൾ അകലുന്നു. അപ്പം അങ്ങനെ എല്ലാ വിധത്തിലും ക്ഷേമം നൽകുന്ന ഷഷ്ടിയാണ് വരാൻ പോകുന്നത്. 2026 ജൂലൈ മാസം 19-ാം തീയതി ഞായറാഴ്ച. എല്ലാവരും തന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കുക. തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ഒന്നുകിൽ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് നിങ്ങളുടെ ആ ഒരു വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ വിളക്കു തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് ഷഷ്ടിവ്രതം എടുക്കേണ്ടത്. ഷഷ്ടിവ്രതത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ശ്രേഷ്ഠമാണ്. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ 6 തവണ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. സുബ്രഹ്മണ്യ കവചം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഓം ശരവണ ഭവായ നമ എന്ന് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാന് എണ്ണ കൊണ്ട് ധാര ചെയ്യുന്നത്, അഭിഷേകം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് ഈ കുമാരഷഷ്ടി ദിവസം, അതായത് കർക്കിടകത്തിലെ ഷഷ്ടി ദിവസം ഭഗവാന് എള്ളെണ്ണ കൊണ്ട്, അതായത് എള്ളുകൊണ്ടുള്ള എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതല്ലെങ്കിൽ പാലുകൊണ്ട് അഭിഷേകം ചെയ്താലും അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. കാരണം അഭിഷേകപ്രിയനാണ് സ്കന്ദദേവൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത്, വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുന്നത്, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത്, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് മാല സമർപ്പിക്കുന്നത് ഒക്കെ തന്നെ വളരെ വളരെ ഉത്തമമാണ്. മഞ്ഞപ്പട്ട് ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശ്രേഷ്ഠമാണ്. ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇല്ലെങ്കിൽ ശിവപാർവതി ക്ഷേത്രം, ശിവക്ഷേത്ര ദർശനം നടത്തിയാലും ശ്രേഷ്ഠമാണ്. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.